ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ഇന്ന് എന്താണ് കമ്പനീസ് ആക്ട് 2013 എന്ന് മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ ഒബ്ജക്ട്സ് ഓഫ് ദി ആക്ട് നോക്കി. ഇന്ന് ഇപ്പം നമുക്ക് സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദി ആക്ട് 2013. അപ്പം ന്യൂ കമ്പനീസ് ആക്ട് 1956 ഓൾഡ് ആക്ടിന് പകരം ന്യൂ കമ്പനീസ് ആക്ട് നിലവിൽ വന്നു 5 decades, 50 വർഷത്തിന് ശേഷം. വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് നമുക്ക് വരുന്നത്. സെവറൽ പ്രൊവിഷൻസ്, സെവറൽ കൺസെപ്റ്റ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്, ന്യൂ ആയിട്ടുള്ളതിൽ വരുന്നുണ്ട്. ഫോളോയിങ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 2013 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? 1 person കമ്പനി ഫസ്റ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് 1 person കമ്പനി. Companies Act 2013 provides for the formation of 1 person company. 1 person കമ്പനീനെ ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് മേ ഹാവ് ഓൺലി 1 director and 1 shareholder. ഒരാൾക്ക് കമ്പനി തുടങ്ങാം. നിങ്ങളുടെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു കമ്പനി തുടങ്ങാം. നിങ്ങൾ മാത്രമായിരിക്കും അതിൻ്റെ ഷെയർ ഹോൾഡറും അതിൻ്റെ ഡയറക്ടറും. എന്തായിരിക്കും പത്രാസ്. അപ്പം അങ്ങനെയുള്ള കമ്പനി 1 person കമ്പനി. അടുത്തത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നിങ്ങളത് ഫസ്റ്റ് സെമ്മിൽ മാനേജ്മെൻറ്റിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു കമ്പനിക്ക്. അപ്പം കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും എല്ലാവരോടും. കമ്പനീസ് ആക്ട് 2013 സ്റ്റിപ്പുലേറ്റ് സർട്ടൻ ക്ലാസ് ഓഫ് കമ്പനീസ് ടു ഡിപ്പെൻഡ് സർട്ടൻ എമൗണ്ട് ഓഫ് മണി എവറി ഇയർ ഓൺ ആക്ടിവിറ്റീസ് ഇനീഷ്യേറ്റീവ് റിഫ്ലക്റ്റിംഗ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എല്ലാ കമ്പനീസും അക്കോർഡിംഗ് ടു ദ ക്ലാസ്, അതായത് ചില കമ്പനീസ് കൂടുതൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതായിരിക്കും, ചിലത് മീഡിയം ആയിരിക്കും, ചിലത് വളരെ സ്മോൾ ആയിട്ടുള്ളതായിരിക്കും. അങ്ങനെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ക്ലാസ് അനുസരിച്ച് അവരുടെ പ്രോഫിറ്റിൻ്റെ സെർട്ടൻ പെർസെൻറ്റേജ് എന്തിനു വേണ്ടി നീക്കി വെക്കേണ്ടതായിട്ട് വരുന്നു. ആക്ടിവിറ്റീസ് ഇനീഷ്യേറ്റീവ് റിഫ്ലക്റ്റിംഗ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഞങ്ങൾ ഇങ്ങനെ സൊസൈറ്റിയോട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ എത്ര പൈസ അതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്, ഇതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ടെന്ന് അവർ മസ്റ്റായിട്ട് കാണിക്കേണ്ടതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കേണ്ടതായിട്ട് വരുന്നത്? ആ കമ്പനി നിലനിൽക്കുന്നത് സൊസൈറ്റിയിലാണ്. ആ കമ്പനി നിലനിൽക്കുമ്പോൾ അതിൻ്റെ ചുറ്റുപാടുള്ളവരോട് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ആ കമ്പനിക്ക് ഈ പ്രോഫിറ്റ് മുഴുവൻ കിട്ടുന്നത് അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം എന്തിനു വേണ്ടി നീക്കി വെക്കേണ്ടതാണ്? ആ ഏരിയയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കേണ്ടതാണ്. എവരി ക്വാളിഫയിങ് കമ്പനി ഹാസ് ടു അപ്പോയിൻറ്റ് എ CSR committee to formulate and recommend a CSR policy and its working also. അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനീസിലും എന്തുണ്ടായിരിക്കും? ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി ഉണ്ടായിരിക്കും. അവരായിരിക്കും ഈ വർഷം നമ്മൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടതെന്നുള്ള പോളിസീസും മറ്റേ വർക്കിങ്ങും ഒക്കെ നടപ്പിലാക്കുന്നത്. അപ്പം അത് രണ്ടാമത്തെ ഫീച്ചർ. അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ 1 person കമ്പനി, രണ്ടാമത്തത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, മൂന്നാമത്തത് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. അതായത് കമ്പനീസ് ആക്ട് 2013 ഇൻട്രൊഡ്യൂസ്ഡ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ആൻഡ് നാഷണൽ കമ്പനി ലോ അപ്പലൈറ്റ് ട്രിബ്യൂണൽ ടു റീപ്ലേസ് ദ കമ്പനി ലോ ബോർഡ് ആൻഡ് ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ. കമ്പനീസ് ആക്ട് 2013 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ആൻഡ് നാഷണൽ കമ്പനി ലോ അപ്പലൈറ്റ്. എന്തിനെയൊക്കെ റീപ്ലേസ് ചെയ്തിട്ട്? കമ്പനി ലോ ബോർഡിനെയും ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷനെയും. അടുത്ത ഫീച്ചർ. അടുത്താണ് ക്ലാസ് ആക്ഷൻ സ്യൂട്ട്സ്. അത് ന്യൂ കൺസെപ്റ്റ് ആണ്. അതിൽ വരുന്നത് വ്യൂ ഓഫ് മേക്കിംഗ് ഷെയർ ഹോൾഡേഴ്സ്, പരമാവധി ഷെയർ ഹോൾഡേഴ്സിനെ ഉണ്ടാക്കുക. ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മോർ ഇൻഫോംഡ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ വെൽവിഷേഴ്സ്. ആരൊക്കെയാണോ നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടുള്ളവർ, അവരെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുക. അപ്പോൾ ആരൊക്കെയാണോ കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവരെ ഇൻഫോം ചെയ്യേണ്ടതാണ്, നോളജബിൾ ആയിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇവർക്കൊക്കെ ഇവരുടെ റൈറ്റ്സ്, അവകാശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയേണ്ടതാണ്, അത് ഇൻഫോം ചെയ്യേണ്ടതാണ്. ക്ലാസ് ആക്ഷൻ സ്യൂട്ട്സ്. ക്രോസ് ബോർഡർ മെർജേഴ്സ്, അതും ന്യൂ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ദി ആക്ട് നൗ പെർമിറ്റ്സ് ക്രോസ് ബോർഡർ മെർജേഴ്സ് ഇൻ ബോത്ത് വേസ്. അതായത് ക്രോസ് ബോർഡർ, നമ്മളുടെ ബോർഡർ ക്രോസ് ചെയ്തിട്ട്, ദാറ്റ് മീൻസ് ഇന്റർനാഷണൽ. ഓക്കെ,
അപ്പോൾ ഫോറിൻ കമ്പനി നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യേണ്ടവ അവർക്ക് നമ്മളായിട്ട് മെർജ് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അങ്ങോട്ട് ഇഷ്ടത്തിന് അങ്ങോട്ട് ഓടിപ്പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല. വിത്ത് ദ പ്രയർ പെർമിഷൻ ഓഫ് RBI, നമ്മളുടെ സെൻട്രൽ ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രയർ, മുൻകൂട്ടിയുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കണം. The Act also proposes a fast track and a simplified procedure for merger and amalgamations of certain class of companies such as holding and subsidiary and small companies after obtaining approval of the Indian government. Prohibition of insider trading and forward dealings. അതുപോലെ തന്നെ ഈ ഫോർവേഡ് ഡീലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് പ്രൊഹിബിറ്റ്സ് ദ ഡയറക്ടേഴ്സ് ആൻഡ് കീ മാനേജീരിയൽ പേഴ്സണൽ ഫ്രം പർച്ചേസിങ് കോൾ ആൻഡ് പുട്ട് ഓപ്ഷൻസ്. അത് ഷെയർ ബിസിനസ്സിലുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രിക്റ്റ് റൂൾസ് ഫോർ ഓഡിറ്റേഴ്സ്. ഓഡിറ്റ് ചെയ്യുക. എന്താണ് ഓഡിറ്റ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്കുകളൊക്കെ ശരിയാക്കി ഒരു വർഷത്തെ കണക്കുകളൊക്കെ ശരിയാണോ എന്ന് നോക്കുന്ന ഒരു അതോറിറ്റിയാണ് ഓഡിറ്റർ. ആ ഒരു CA കാരനൊക്കെ. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രോസസ്സിനെയാണ്. അവർക്കൊക്കെ സ്ട്രിക്റ്റ് റൂൾസ്, ഓഡിറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതോടൊപ്പം തന്നെ അതിൽ ടാക്സ് അതോറിറ്റി, ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, കമ്പനി, അവരെയൊക്കെ അവർ എന്തെങ്കിലും തരത്തിൽ നോയിങ്ലി ഓർ വിൽഫുള്ളി, അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച ഭയങ്കര പനിഷ്മെൻറ്റ്. അപ്പം അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങൾ ഓഡിറ്റർ, എത്ര ഓഡിറ്റ് കമ്പനീസിൽ പോയിട്ട് ഓഡിറ്റ് ചെയ്യാം, ഒരു ഓഡിറ്ററെ എങ്ങനെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ആനുവൽ ജനറൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ അവരുടെ കാര്യങ്ങളിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതാണ് ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഇൻ റിലേഷൻ ടു എനി കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ് മീൻസ് ദ പീരിയഡ് എൻഡിങ് ഓൺ 31st day of March എവരി ഇയർ. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1st April തൊട്ട് March 31st വരെയാണ്. ആൻഡ് വേർ ഇറ്റ് ഹാസ് ബീൻ ഇൻകോർപ്പറേറ്റഡ് on or after the 1st day of January of a year, the period ending on the 31st day of March of the following year, in respect there of financial statement of the company or body corporate is made up. ഇനി മെമ്പേഴ്സിൻ്റെ നമ്പർ, മാക്സിമം നമ്പർ പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് 200. ഇനി ആർട്ടിക്കിൾസ് ഒക്കെ എൻട്രച്ച്മെൻറ്റ്, അതിൻ്റെ പ്രൊവിഷൻസ് ഒക്കെ. ആർട്ടിക്കിൾസ് മേ പ്രൊവൈഡ് ഫോർ മോർ സ്ട്രൈജൻറ്റ് ഓർ റെസ്ട്രിക്റ്റീവ് പ്രൊസീജിയേഴ്സ് ദാൻ passing a special resolution for altering certain provisions of the Articles of Association. Duties of directors defined. Duties of directors of all companies are spelled out in section 166 of the 2013 Act based on case laws. Composition of board. Prescribed class of companies are required to appoint at least one woman director. അതിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഒരു വുമൺ ഡയറക്ടർ ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് വൺ ഡയറക്ടർ ഷുഡ് ബി എ പേഴ്സൺ ഹു ഹാസ് സ്റ്റേയ്ഡ് ഇൻ ഇന്ത്യ 182 days. അതായത് ഒരു കൊല്ലത്തിൽ 365 ദിവസം എടുക്കുമ്പോൾ അതിനേക്കാളും ഭൂരിഭാഗം നോക്കുന്നതാണ് 182 എന്ന് പ്രത്യേകം വരാനുള്ള കാരണം. അതിൽ ജീവിച്ചിട്ടുള്ളവരായിരിക്കണം. ഇനി ഒരു പോയിന്റും കൂടി ഉണ്ട്. നോട്ടീസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ബോർഡ് മീറ്റിംഗ്, 13ാമത്തത്. അത് ബുക്ക് അതിൽ വരുന്നതാണ്. നോട്ടീസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ബോർഡ് മീറ്റിംഗ്. മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം അതിൻ്റെ നോട്ടീസ് കൊടുക്കേണ്ടത്, അതിലെങ്ങനെയൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. മിനിമം 7 days നോട്ടീസ് ടു ബി ഗിവൺ ടു ഓൾ ഡയറക്ടേഴ്സ് വെദർ ഓർ നോട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും 7 ദിവസം മുൻപ് നോട്ടീസ് കൊടുക്കേണ്ടതാണ്. നോട്ടീസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏത് മീൻസിൽ കൂടെയും കൊടുക്കാം. കൈ കൂടെ കൊടുക്കാം, പോസ്റ്റായിട്ട് കൊടുക്കാം, ആയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒക്കെ ഇമെയിലും ഇതൊക്കെ ആയി, കാരണം അതും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് അത് കോൺഫറൻസുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പേഴ്സണായിട്ട് വന്നിട്ടും ഇരിക്കാം, ഈ വീഡിയോ കോൺഫറൻസിങ്ങും ഇരിക്കാം, ഓഡിയോ വിഷ്വൽ മീൻസ് അങ്ങനെയുള്ള ഇപ്പോഴത്തെ അതിലിപ്പോൾ നമുക്ക് എവിടെയായാലും എല്ലാത്തിലും ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതൊക്കെയാണ് സാലിയൻ്റ് ഫീച്ചേഴ്സ് ഓഫ് കമ്പനീസ് ആക്ട് 2013. ഓക്കെ, താങ്ക് യു.